ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇപ്പോൾ സമയം രാത്രി 8:30 മണിയാണ്. 9:30 മണിക്ക് ഞങ്ങൾ കുറച്ച് പേര് കോട്ടപ്പുറം രൂപതയിലെ മുട്ടിക്കൽ സെന്റ് ജോസഫ് ദേവാലയത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് പോവുകയാണ്. 9:30 മണിക്ക് ദേവസ്ഥ വിളി എന്ന് പറയുന്ന ഒരു ആചാരാനുഷ്ഠാനം ലത്തീൻ കത്തോലിക്കർക്കിടയിലെ തീരദേശ മേഖലയിലേക്ക് നിലനിന്നിരുന്ന ഒരു ആചാരാനുഷ്ഠാനം നടക്കുന്നുണ്ട്. അതൊരുപാട് വർഷങ്ങളായിട്ട് മുട്ടിക്കൽ സെന്റ് ജോസഫ് ദേവാലയത്തിലെ കുറച്ച് ആളുകൾ അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. പൂർവികരായിട്ട് തുടങ്ങിയായിട്ടുള്ള ഒരു ആചാരാനുഷ്ഠാനമാണ്. ഇന്നത്തെ തലമുറ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് കാണാൻ ആദ്യമായിട്ടാണ് ഞാനത് കാണാനും അതൊന്ന് അനുഭവിച്ചറിയാനും പോകുന്നത്. അപ്പോൾ ആ യാത്രയാണ്. അവിടെ ചെന്നിട്ടുള്ള ദേവസ്ഥ വിളിയുടെ പ്രത്യേകതകളും കാര്യങ്ങളും എന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ കൃത്യം 9:30 മണിക്ക് സെന്റ് ജോസഫ് മുട്ടിക്കൽ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. ആ സമയമായപ്പോഴേക്കും ആളുകളൊക്കെ എത്തിച്ചേർന്ന് ദേവസ്ഥ വിളിക്ക് തയ്യാറെടുത്തു. ദൈവഭൂതാശയാകുന്ന ശുദ്ധമാന കുർബാനയ്ക്ക് ഉത്ഭവദോഷമന്യേ ജനിക്കപ്പെട്ട കന്യാമറിയത്തിന്റെ ദിവ്യമാ 16-ാം നൂറ്റാണ്ട് മുതൽ പ്രചാരത്തിലുള്ള ഒരു ആചാരാനുഷ്ഠാനമാണ് ദേവസ്ഥ വിളി എന്ന് പറയുന്നത്. ലത്തീൻ കത്തോലിക്കരായിട്ടുള്ള ആളുകൾക്കിടയിൽ തീരദേശ മേഖലയിൽ സജീവമായിട്ട് നിലനിന്നിരുന്ന ഒരു ആചാരാനുഷ്ഠാനം. ഇന്ന് ഒരു പുതിയ തലമുറ കൂടി അത് ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ അഭിനന്ദനാർഹമാണ്. അങ്ങനെ ഒരു കാഴ്ചയാണ് മുട്ടിക്കൽ ദേവാലയത്തിൽ കാണാനായിട്ട് സാധിച്ചത്. പോർച്ചുഗീസ്, സുറിയൻ, ലാറ്റിൻ അങ്ങനെ പല ഭാഷകൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള കാര്യങ്ങളും ഈ പ്രാർത്ഥനയിലുണ്ട്. ഇത് പറഞ്ഞു വയ്ക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കർമ്മഫലത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ അടങ്ങിയിട്ടുള്ള മാലകളാണ്, പ്രാർത്ഥന മാലകളാണ് യഥാർത്ഥത്തിൽ ദേവസ്ഥ വിളിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വ്യത്യസ്ത അനുഭവമാണ്. ആ അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അങ്ങനെ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ അവരുമായിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പുതിയൊരു തലമുറയിലേക്കും കൂടി അവരൊരു വിശ്വാസം പകർന്നു നൽകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷവും അഭിനന്ദനം അർഹിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്.